എല്ലാവരും ഞാൻ ആരംഭിച്ച സെറ്റ് കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കോഴ്സിൻ്റെ സ്വഭാവം എന്താണ്, എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് പ്രിയങ്ക. ആദ്യം തന്നെ സെറ്റ് കോഴ്സ് എന്തിനാണ് ഇങ്ങനെ ഒരു കുറഞ്ഞ ഫീസിൽ തുടങ്ങിയത് എന്നത് ഞാൻ പറയാം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് സെറ്റ് ആസ്പിറൻസിന് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപികയാണ് ഞാൻ. ആ സമയങ്ങളിലെല്ലാം കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സമയക്കുറവാണ്, രണ്ടാമത്തത് സാമ്പത്തിക ബാധ്യതയാണ്, മൂന്നാമത്തത് മെറ്റീരിയൽസിൻ്റെ അഭാവമാണ്. ഇങ്ങനൊരു കോഴ്സ് തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ കൺസിഡറേഷൻ എന്ന് പറയുന്നതും ഈ 3 പോയിന്റുകളിലേക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കോഴ്സിലേക്ക് ഞാൻ എത്തിച്ചേർന്നതും. സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സമയക്കുറവാണ്. സമയക്കുറവ് ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത ലൈവ് ക്ലാസ്സുകളിലൂടെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന PDF-കൾ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ നൽകുന്നതായിരിക്കും. അത് ഈ ഒരു കോഴ്സിൻ്റെ എക്സ്ട്രാ ഫീച്ചറായാണ് വരുന്നത്. അത് മേ ബി ലെക്ചർ നോട്ട്സ് ആവാം, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ആവാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആവാം. ജനറൽ പേപ്പറാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്കിൽ ജനറൽ പേപ്പറിൽ മെയിനായിട്ടും, അതായത് എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ, കഴിഞ്ഞ 2016 സിലബസ് റിവൈസ് ചെയ്തതിന് ശേഷം ഇത്രത്തോളം വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടും എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ നന്നായി സാധിക്കുന്ന 3 യൂണിറ്റുകൾ എന്ന് പറയുന്നത് യൂണിറ്റ് 4, 5, 6 ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഈ ഭാഗങ്ങളിലായിരിക്കും. ഇതല്ലാതെയുള്ള ബാക്കി 3 യൂണിറ്റുകളിൽ എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതായിരിക്കും. എങ്കിലും ആദ്യത്തെ 3 യൂണിറ്റുകളിൽ പ്രധാനപ്പെട്ടവ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ലഭിക്കുക. അതിൻ്റെ അർത്ഥം വലിച്ചു വാരി പഠിക്കാതെ പഠിക്കേണ്ടത് മാത്രം കൃത്യമായി പഠിക്കാം എന്നത് തന്നെയാണ്. സോ നിങ്ങൾക്ക് മിനിമം മാർക്കിനേക്കാളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ നല്ല ഒരു സപ്പോർട്ട് ലഭിക്കുന്ന രീതിയിൽ തീർച്ചയായും ജനറൽ പേപ്പറിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈവ് ക്ലാസ്സുകളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് കൃത്യമായും തീർച്ചയായും എന്നിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ കോഴ്സുകളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ അഭാവം എന്നത് പെട്ടെന്ന് മറികടക്കാൻ സാധിക്കും. ഇനിയുള്ളത് സാമ്പത്തിക ബാധ്യതയാണ്. എനിക്കറിയാം, ഇതിലും കുറഞ്ഞൊരു ഫീസിൽ, അല്ലെങ്കിൽ ഇതിലും വളരെ തുച്ഛമായൊരു ഫീസിൽ കോഴ്സ് നടത്തണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നമുക്ക് ഒരു പുതിയൊരു കാൽവയ്പ് വയ്ക്കുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫീസെങ്കിലും ഈടാക്കിയിട്ട് നമ്മൾ ഈ ഒരു സെറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എത്ര വട്ടം സെറ്റ് എഴുതി, നിങ്ങൾക്ക് എന്തുകൊണ്ട് സെറ്റ് നേടാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നെ കണക്ട് ചെയ്യാം. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ പേപ്പർ റിലേറ്റഡ്, സെറ്റിൻ്റെ ജനറൽ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഫ്രീ ആയി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇതിൽ പിൻ ചെയ്ത് വെക്കാം. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യുകയും അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ കുറേ സെറ്റ് പരീക്ഷയിൽ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും, ജനറൽ പേപ്പറിൽ യൂണിറ്റ് 4, യൂണിറ്റ് 5, 6 എന്ന ഭാഗങ്ങളിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്ത എത്രയോ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് പേഴ്സണലി കുട്ടികൾ എന്നോട് ഷെയർ ചെയ്ത അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും അതിൽ തരുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, എഴുതി വെച്ച് തന്നെ പഠിക്കാനും പറയുന്നത്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്